മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എനിക്കിന്ന് സംസാരിക്കാനുണ്ട്. ഞാൻ അതിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഈ അടുത്തിടെ ചില ആളുകളുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാന മൂല അടിസ്ഥാന തെളിവുകളിലേക്ക് മടങ്ങി പരിശുദ്ധ ഇസ്ലാമിനെ മോഹനമാക്കാൻ ചില ആളുകൾ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്, അടിസ്ഥാനപരമായ നമ്മുടെ തെളിവുകൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് വിശുദ്ധ ഖുർആനായിരിക്കും, ഹദീസായിരിക്കും, അതുപോലെ പലതുമായിരിക്കും എന്ന് വിചാരിച്ചു. ഖുർആനും ഹദീസൊക്കെ നോക്കി ഇമാം ഷാഫി തങ്ങളൊക്കെ പറഞ്ഞതുപോലെ ഇനി സ്വന്തമായി ഗവേഷണം ചെയ്യുന്ന ഒരു കൂട്ടർ വന്നതായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷേ അതിന്റെ നേതാവ് ആദ്യത്തെ ഗവേഷണം നടത്തിയത്, അതിന് തെളിവുദ്ധരിച്ചത് മുസൽസൽ ഉമർ ഇബ്നുൽ ഖത്താബാണ്. എന്നോട് ചോദിച്ചു ചില ആളുകൾ ഇതേതപ്പി കിതാബ് എന്ന് ചോദിച്ചു. മുസൽസൽ ഉമർ ഇബ്നുൽ ഖത്താബിൽ നിന്നാണ് ആദ്യമായി അതിന്റെ ഗുരു തെളിവുദ്ധരിക്കുന്നത്. നിങ്ങൾക്കറിയോ ഏതാണ് ഈ മുസൽസൽ ഉമർ ഇബ്നുൽ ഖത്താബ്? ആ മുസൽസൽ ഉമർ ഇബ്നുൽ ഖത്താബിനെതിരിൽ ദുബൈയുടെ മിമ്പറിൽ വെച്ച് ഖുത്ബ ഓതിയവനാണ് ഞാൻ. അത് ഖുത്ബ ഞാൻ ഉണ്ടാക്കിയതല്ല, ദുബൈ ഔഖാഫ് ഉണ്ടാക്കിയതാണ്. പരസ്യമായി ആ സിനിമയെ, അതൊരു സിനിമയാണ്, ആ സിനിമയെ വിമർശിച്ചുകൊണ്ട് അത് കാണരുതെന്ന് ആ സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട ദുബൈ ഔഖാഫിന്റെ പണ്ഡിതന്മാർ കൂടിയിരുന്ന് ആലോചിച്ച് അവർ ഖുത്ബ തയ്യാറാക്കി. വെള്ളിയാഴ്ച ഖുത്ബയിൽ, രണ്ടാമത്തെ ഖുത്ബയിൽ അതിനെ തൊട്ടുള്ള തഹ്ദീറായിരുന്നു, ഇത് വലിയ അപകടകാരിയാണ്, ഇത്തരത്തിലുള്ള സിനിമകൾ കണ്ടുകൊണ്ട് ഈ പരിശുദ്ധ റമളാനിനെ നിങ്ങൾ കളങ്കപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് 2012 ജുമഅയിൽ ദുബൈയിൽ എല്ലാ പള്ളികളിലും ഖുത്ബ നിർവഹിക്കപ്പെട്ടു. എന്ന് മാത്രമല്ല, ഹറമിൽ, സൗദി അറേബ്യയിലെ ഹറമിൽ അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുല്ലാഹി ആലു ഷൈഖ് എന്ന് പറയുന്ന അൽ വഹാബി പണ്ഡിതനാണ്, സൗദിയിലെ മുഫ്തിയാണ്. അയാൾ ഹറമിൽ ഖുത്ബ നടത്തി. ഈ മുസൽസൽ ഉമർ ഇബ്നുൽ ഖത്താബ് പോലെയുള്ള മുസൽസലുകൾ പരിശുദ്ധ ഈമാനിനെ നശിപ്പിക്കുകയും ചില ആളുകൾ ഈ പരിശുദ്ധ റമളാനിന്റെ ഖുദ്സിയത്ത്, അതിന്റെ മഹത്വത്തെ നശിപ്പിക്കാനുള്ള അവരുടെ കുൽസിത ശ്രമത്തിന്റെ ഭാഗമാണെന്നും, അത് ആ മഹാന്മാരായ സഹാബത്തിനോടും മഹത്തുക്കളായ മഹദികളായ അഹ്ലു ബൈത്തിൽപ്പെട്ട മഹത്തുക്കളായ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാര്, സഹാബത്തിന്റെ ഭാര്യമാര്, ഈ സഹാബിയാത്ത്, ഇവരോടൊക്കെ കാണിക്കുന്ന സൂലതമാണെന്നും, ഒരു തെറ്റായ ധാരണ, ഒരുപാട് തെറ്റായ ആശയങ്ങളെ സമൂഹത്തിലേക്ക് അറിയാതെ കയറ്റിവിടാനുള്ള ഒരു കുൽസിത ശ്രമത്തിന്റെ ഭാഗമാണെന്നും ഖുത്ബ നടത്തിയത് അന്ന് ഈ വഹാബികളുടെ, അവർക്കൊന്നും സഹാബത്തിനെയും നമ്മുടെ അഹ്ലു ബൈത്തിനെയും ഒക്കെ നമ്മൾ ബഹുമാനിക്കുന്ന പോലത്തെ ഒരു ബഹുമാനമൊന്നും ഇല്ല. എന്നിട്ട് പോലും അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുല്ലാ ആലു ഷൈഖ് ബഹുമാനപ്പെട്ട ഹറമിൽ ഖുത്ബ നടത്തിയ ഒരു വിഷയം, ഒരു സംഗതിയാണ് ആദ്യമായി ഗവേഷണത്തിന് ഉപയോഗപ്പെടുത്തിയത്. നോക്കൂ, നമ്മൾ സമസ്തക്കാരായതിന്റെ ഒരു അഭിമാനം, കൂടുതൽ അഭിമാനബോധം ഉണ്ടായ രംഗങ്ങളാണത്. അപ്പൊ തന്നെ ഞാനത് മനസ്സിലാക്കി, ഇനി നമ്മൾ കൂടുതൽ പറയേണ്ടതില്ല എന്ന് മനസ്സിലാക്കി. മാത്രമല്ല, ബഹുമാനപ്പെട്ട ഇന്നും ജീവിച്ചിരിക്കുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരിൽ പ്രഗത്ഭനായ പണ്ഡിതൻ, 4 മദ്ഹബിലും ഫത്വ കൊടുത്തുകൊണ്ടിരിക്കുന്ന ദുബൈ ഔഖാഫിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതൻ, അദ്ദേഹം അന്ന് കബീറുൽ മുഫ്തീനായിരുന്നു. അദ്ദേഹം അൽ ഇമാറാത്തുൽ യൗം എന്ന അറബി പത്രത്തിലും അൽ യൗമു സാബിഇലും അൽ ബയാൻ എന്ന് പറയുന്ന അറബി പത്രത്തിലും ലേഖനമെഴുതി ഈ മുസൽസലിനെതിരിൽ, ഈ പുതിയ ദീനിനെ മനോഹരമാക്കാൻ അടിസ്ഥാനപരമായ കേന്ദ്രങ്ങളിലേക്ക് മടങ്ങി, സോഴ്സുകളിലേക്ക് മടങ്ങി ഇസ്ലാമിനെ മനോഹരമാക്കാൻ ഇറങ്ങിയ ആളുകൾ, അവരുടെ ഗുരു ആദ്യമായി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മനസ്സിലാക്കി ഖുർആൻ നോക്കിയിട്ടാ ഗവേഷണം നോക്കുമ്പോൾ ഇതായിരുന്നു. ഈ മുസൽസലിനെ സംബന്ധിച്ച് അദ്ദേഹം അൽ ബയാനിൽ എഴുതിയ ലേഖനം എന്റെ കയ്യിലുണ്ട്. അഹ്മദ് ബിൻ അബ്ദുൽ അസീസ് അൽ ഹദ്ദാദ് എന്ന് പറയുന്ന ഇന്നും ജീവിച്ചിരിക്കുന്ന ദുബൈ ഔഖാഫിലെ പ്രധാനപ്പെട്ട മഹാപണ്ഡിതൻ, സമസ്തക്കാർ മാത്രം പറഞ്ഞതല്ല, അദ്ദേഹം ജനങ്ങളെ ക്ഷണിച്ചു. കബീറുൽ മുഫ്തീൻ, മുദീറു ഇദാറത്തുൽ ഇഫ്താ, അൽ ജുംഹൂർ ഇലാ തജന്നുബി മുശാഹദത്തിൽ മുസൽസൽ അത്താരീഖി ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് പറയുന്ന ആ ചരിത്ര സിനിമയെ നിങ്ങൾ ആരും കാണരുത്, അതിനെ ബഹിഷ്കരിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. യതനാവലു ഹയാത വ ശഖ്സിയത സാനിൽ ഖുലഫാഇർ റാഷിദീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുവദ്ദിഹൻ അന്നഹു ലാ യജൂസു അൻ തുമثل ادوار الصحابه الكرام ولا سيما العشره المبشرون بالجنه والخلفاء الاربعه من قبل احد من الممثلين എന്നിങ്ങനെ തുടങ്ങി ഇതിന്റെ അപകടങ്ങളെ വിശദീകരിച്ചുകൊണ്ട് വളരെ ഭംഗിയായി, വളരെ സുദീർഘമായ ഒരു ലേഖനം. അതിൽ പ്രധാനമായി പറയുന്നത്, ഒന്ന്, ഈ മഹാന്മാരായ സഹാബത്തിനെ ഈ സിനിമ അഭിനയിക്കാൻ, ഇപ്പൊ നമ്മളിവിടെ അത് അഭിനയിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല രൂപത്തിൽ അഭിനയിക്കണമല്ലോ. നമ്മൾ ആരെ കൊണ്ടുവരിക? ഒന്ന് മോഹൻലാൽ, ഉമർ ഖത്താബിനെ ആരായിരിക്കും അഭിനയിക്കുക? ഒന്ന് സിദ്ദീഖായിരിക്കും, മറ്റൊന്ന് പിന്നെ മമ്മൂട്ടിയായിരിക്കും.
ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ട് മഹാന്മാരായ ആളുകളെ രൂപപ്പെടുത്തുന്നത് തന്നെ അവരോട് കാണിക്കുന്ന ഏറ്റവും വലിയ അപകടമാണെന്ന് ബഹുമാനപ്പെട്ട ഡോക്ടർ അഹമ്മദ് അബ്ദുൽ അസീസ് അൽ ഹദ്ദാദ് മാത്രമല്ല അസ്ഹറിന്റെ ഫത്വ, ഇഖ്വാനിയിൽ നിന്ന് തന്നെ ഇഖ്വാനുകാരായ മതരാഷ്ട്രവാദത്തിന്റെ ആളുകളായ ഇഖ്വാനുകളിൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും സഊദി പണ്ഡിതന്മാരും സുന്നികളും അസുന്നികളുമായ ബഹുഭൂരിപക്ഷം അറബി പണ്ഡിതന്മാർ ഇതിനെതിരിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ഇത് കാണരുത് എന്നും ഇതിനെ ബഹിഷ്കരിക്കണമെന്നും സമൂഹത്തെ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. പിന്നെ പ്രധാനപ്പെട്ട രണ്ട് ആളുകൾ, ഏതാനും അറിയപ്പെടാത്ത വേറെയും ചിലരുണ്ട്, അറിയപ്പെട്ട രണ്ട് ആളുകളാണ് ഈ മുസൽസൽ കാണാൻ അത് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് ആളുകളെ ക്ഷണിച്ചത്. അതൊന്നും ആരാണെന്നറിയോ? ഈ ഗുരുവിന്റെ ആശയ ഗുരുവായ സാക്ഷാൽ യൂസുഫുൽ ഖറളാവിയാണ് ഇതിന് ഫത്വ കൊടുത്ത ആള്. ഇത് ഞാൻ നോക്കി പരിശോധിച്ചതാണെന്ന് പറഞ്ഞ ആള്. രണ്ടാമത്തെ ആൾ ആരാണെന്നറിയോ? സൽമാനുൽ ഔദ എന്ന് പറയുന്ന സഊദി പണ്ഡിതൻ. അയാള് പലവട്ടം ഗവൺമെന്റിനെതിരിൽ പ്രവർത്തിച്ചതിന്റെ പേരിൽ അയാൾ ശരിയായ വഹാബിയാണ്. പിന്നെ മുഹമ്മദ് അബ്ദുൽ വഹാബിനെ സംബന്ധിച്ച് ഒരുപാട് കിതാബ് എഴുതിയ ആളാ. പക്ഷേ നിലവിലുള്ള സംവിധാനത്തെ എതിർക്കുക എന്ന സ്വഭാവം, ഇവരുടെ ഒക്കെ ഈ സ്വഭാവം, അങ്ങനെ സഊദി ഗവൺമെന്റിനെതിരിൽ പ്രവർത്തിച്ചതിന്റെ ഫലമായി ഒന്നിലധികം പ്രാവശ്യം ജയിലിൽ കിടക്കുകയും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജയിലിലായിരിക്കെ മരിക്കുകയും ചെയ്ത ആളാണ് സൽമാനുൽ ഔദ. ഇങ്ങനെയുള്ള ഏതാനും ആളുകളല്ലാതെ ഇതിന് സപ്പോർട്ട് ചെയ്തിട്ടില്ല ബാക്കിയുള്ള ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും. ഇത് അപകടകരമായൊരു നീക്കമാണെന്നും ഇനി ഇങ്ങനെ ഈ പോക്ക് പോയാൽ മഹാന്മാരായ സ്വഹാബത്തിനെ ഇപ്പോൾ നിങ്ങൾ അവർ ജീവനോടെ അവരെ മറ്റു ആളുകളിലൂടെ നമ്മൾ പ്രദർശിപ്പിക്കുന്നു, അവരുടെ റോള് മറ്റുള്ളവർ അവതരിപ്പിക്കുന്നു. ഇതിങ്ങനെ പോയാൽ നാളെ നിങ്ങൾ റസൂലുള്ളാഹിനെ അവതരിപ്പിക്കും, അങ്ങോട്ട് ഈ സമുദായത്തിന്റെ മനസ്സ് എത്തും, അത് വലിയ അപകടത്തിലേക്ക് നീങ്ങും എന്ന് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ദുബൈ ഔഖാഫും അതിന്റെ കബീറുൽ മുഫ്തീനും ബഹുമാനപ്പെട്ട ഈജിപ്തിലെ അസ്ഹറിനെ കണ്ടുപഠിക്കണമെന്ന് പ്രസംഗിക്കുന്നവരാണല്ലോ ഇവർ. അസ്ഹറും ഫത്വ ഇറക്കി. അങ്ങനെ ലോകത്തെ പ്രഗൽഭ പണ്ഡിതന്മാരൊക്കെ ഇவ்விധത്തിൽ ഇതിനെ കൈകാര്യം ചെയ്തു. എന്നിട്ട് ഇത് ഇറങ്ങിയതിന് ശേഷം ഈ മുസൽസൽ, ഈ ഡ്രാമ, ഈ സിനിമ രംഗത്ത് വന്നതിന് ശേഷം, അത് കണ്ടതിന് ശേഷം, അതിന്റെ 3 എപ്പിസോഡ് കണ്ടതിന് ശേഷം അതിനെ സംബന്ധിച്ച് വിശദമായ വിശകലനം നടത്തിക്കൊണ്ട് പല പണ്ഡിതന്മാരും എഴുതി, നമ്മൾ ഭയപ്പെട്ടത് സംഭവിച്ചിരിക്കുന്നു. നമ്മൾ എന്താണോ ഭയപ്പെട്ടത്, ഇത്തരം ഫിലിമിലൂടെ എന്താണോ ഭയപ്പെട്ടത്, അതിവിടെ സംഭവിച്ചിരിക്കുന്നു എന്ന് കൃത്യമായി പേജുകൾ അടങ്ങിയ ഒരുപാട് വിശകലനങ്ങൾ വന്നു. അതിൽ ചിലതാണ് എന്റെ കൈവശമുള്ളത്. ഇങ്ങനെ എത്ര വേണം? എല്ലാവരും പറഞ്ഞു വിശ്വാസപരമായി വളരെ അപകടം ചെയ്യുന്ന മുസൽസലാണത്. ചില ഗുണങ്ങളുണ്ട്. കാരണം ഒന്നും വായിക്കാത്ത ആളുകൾ ഇതിങ്ങനെ കണ്ടിരുന്നോളും, ഖുർആൻ ഓതാത്ത ആളുകൾ ഇത് കണ്ടിരുന്നോളും. അതിലും മോശപ്പെട്ട സിനിമ കാണുന്നതിനേക്കാളും നല്ലതല്ലേ? ശരിയാണ്, അങ്ങനെ കുറെ ഗുണങ്ങൾ ഉണ്ടാകും. എന്നാൽ ഇതിലൂടെ ഉണ്ടാകുന്ന അപകടങ്ങൾ കുറെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അതിലെ പ്രധാനപ്പെട്ട 3 പറയുന്നത് നിങ്ങൾ കേൾക്കുക. അമ്മൽ ആഥാറു സൽബിയ ലിഹാദൽ മുസൽസലി ഫകസീറത്തുൻ ജിദ്ദാ. ഈ ഇത്തരത്തിലുള്ള ഫിലിമുകൾക്കുള്ള അപകടകരമായ അതിന്റെ നതീജകൾ, അതിന്റെ ഫലങ്ങൾ, ദുരന്ത ഫലങ്ങൾ ഫകസീറത്തുൻ ജിദ്ദാ, ഒരുപാടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 3 പോയിന്റ് അദ്ദേഹം പറയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ വ്യക്തികളിലൂടെ ഉമറുൽ ഖത്താബിനെ, ഈ തരത്തിലുള്ള ഈ സിനിമാ നടന്മാരിലൂടെ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാരായ വ്യക്തിത്വങ്ങൾ, അവരെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലൊരു വലിയ ബഹുമാനമുണ്ട്, വലിയൊരു ആദരവുണ്ട്, വലിയൊരു ഖദാസത്ത്, ഒരു അളമത്ത് നമ്മൾ അവർക്ക് നൽകാറുണ്ട്. അവരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ഖദ്ദസല്ലാഹു സിർറഹുൽ അളീം, അസീസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, റളിയല്ലാഹു അൻഹു എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ ഇല്ലായ്മ ചെയ്യാൻ ഇത് സഹായിച്ചു എന്ന് കൃത്യമായി തെളിവ് സഹിതം അദ്ദേഹം നിരത്തുകയാണ്. എന്നിട്ട് ട്വിറ്ററിൽ വന്ന ഒരു സ്ത്രീ എഴുതിയ ഒരുപാട് കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഒരു സ്ത്രീ ഇത് കണ്ടതിന് ശേഷം, ഇത് മുഴുവൻ കണ്ടതിന് ശേഷമാണ് ഇയാൾ ഇത് വിശകലനം ചെയ്യുന്നത്. പക്ഷെ ആ സ്ത്രീ പറയുന്നു, ഈ മുസൽസലിൽ നിന്ന് 3 എപ്പിസോഡ് ഞാൻ കണ്ടപ്പോൾ, മിൻ മുസൽസലി ഉമർ ഹസിൻതു അശദ്ദൽ ഹസൻ, ഞാൻ വല്ലാതെ ദുഃഖിച്ചുപോയി. അലാ ദിയാഇസ് സൂറത്തിൽ ഇംലാഖ ലിൽ ഫാറൂഖ്, ബഹുമാനപ്പെട്ട ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് എന്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു വലിയ ബഹുമാനം എന്റെ ഹൃദയത്തിൽ നിന്ന് നീങ്ങാൻ ഇത് കാരണമായല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ വല്ലാതെ ദുഃഖിക്കുകയും, എന്നിട്ട് ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞു, ലൈതഹും ലം യുജസ്സിദൂഹു, അദ്ദേഹത്തിന്റെ രൂപം ഇങ്ങനെ ഒരു വ്യക്തിയിലൂടെ അവർ പ്രദർശിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കൊതിച്ചുപോയി എന്നല്ല അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്.
ഇതൊക്കെ കൃത്യമായ തെളിവ് സഹിതമാണ് പറയുന്നത്. ഇത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. അദ്ദേഹം പറയാണ്, ഇതിന് ഈ മോഡേണിസ്റ്റുകളായ ഈ ലിബറൽ ചിന്താഗതിക്കാരായ ഈ സിനിമാ നടന്മാരും നടിമാരൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗമാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. അതിൽപ്പെട്ട ഈജിപ്തിലുള്ള ഒരു വലിയ സിനിമാ സംവിധാനത്തിന്റെ നേതാവായ കൈറോവിൽ അൽ മഹദുൽ ആനി ലിസ്സിനിമ എന്ന് പറയുന്ന സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനത്തിന്റെ ഹെഡായിട്ടുള്ള ഒരു സ്ത്രീ സനാ ഹാഷിം എന്ന് പറയുന്ന സ്ത്രീ പറയാൻ, ഇന്ന ഇൽഹാറ ഹാദിഹി ശഖ്സിയാതി ഫിൽ മുസൽസലാതി മിൻ ശഅനിഹി നസ്ഉൽ ഖദാസതി അൻഹാ. നോക്കൂ, അവരുടെ ലക്ഷ്യം അവർ കൃത്യമായി തുറന്നു പറയുന്നു. ബഹുമാനപ്പെട്ട ഉമറുൽ ഖത്താബ് തങ്ങൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലെയുള്ള ആളുകളെ നമ്മൾ ഇത്തരം ആളുകളുടെ പ്രദർശിപ്പിക്കൽ കൊണ്ട് നമ്മളൊക്കെ കുറെ പഠിച്ചവർക്ക് ചിലപ്പോൾ അത്ര പെട്ടെന്ന് പോയില്ലായിരിക്കാം. അറിയാത്ത സാധുക്കളായ ജനങ്ങളിൽ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഇമ്പാക്ട്, അതിന്റെ തഅ്സീറാണ് ഈ പറയുന്നത്. അവർ പറയുകയാണ്, അവർ അത് ലക്ഷ്യം വെക്കുന്നു. ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ ഈ ഒരു ബഹുമാനം ഇല്ലായ്മ ചെയ്യൽ തന്നെയാണ് അവരുടെ ലക്ഷ്യം എന്നവർ വളരെ കൃത്യമായി പറയുന്നു. ഇന്ന ഇൽഹാറ ഹാദിഹി ശഖ്സിയാതി, ഇത്തരത്തിലുള്ള മഹൽ വ്യക്തിത്വങ്ങളെ ഇത്തരത്തിലുള്ള മുസൽസലുകളിൽ ഇത്തരത്തിലുള്ള ഫിലിമുകളിൽ പ്രദർശിപ്പിക്കുന്നത് കൊണ്ടുള്ള കാര്യം എന്താണെന്നറിയോ? മിൻ ശഅനിഹി, അതുകൊണ്ടുണ്ടാകുന്ന ഉപകാരങ്ങളിൽപ്പെട്ടതാണ് നസ്ഉൽ ഖദാസതി അൻഹാ, ആ വ്യക്തിത്വങ്ങൾക്ക് ജനങ്ങൾ കൊടുക്കുന്ന ഒരു ബഹുമാനമുണ്ട്, അത് ഇല്ലായ്മ ചെയ്യൽ. നോക്ക്, അത് ഇല്ലായ്മ ചെയ്യൽ. അവർ തന്നെ വശഹിദ ഷാഹിദും മിൻ അഹ്ലിഹാ എന്ന് പറയും പോലെ നിങ്ങളുടെ നേതാക്കൾ തന്നെ ശരിവെക്കുന്നു, ഇത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന്, ദീൻ പൊളിക്കലാണ് ഇതിന്റെ ലക്ഷ്യമെന്ന്. ഇതൊക്കെ സമൂഹത്തിലേക്ക്, കേരള സമൂഹത്തിലേക്ക് കൊണ്ടുവന്നത് ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിയാണെന്ന് നമുക്കറിയാലോ. സുന്നികളിലേക്കും കൂടി എല്ലാവരിലേക്കും അതിനെ ദീനിന്റെ ഒരു മർജിആയി അവതരിപ്പിക്കുന്ന ആളുകൾ. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ വളരെ വേദനയോടുകൂടെ പറയാണ്, ബഹുമാനപ്പെട്ട നേതാക്കൾ പണ്ഡിതന്മാരൊക്കെ ഒന്ന് ആഴത്തിൽ ചിന്തിക്കേണ്ട സമയമാണ്. വളരെ വേദനയോടുകൂടെ പറയാണ്, ഇത്തരത്തിൽ ആ കൃത്യമായ ദുഷ്ടലാക്കോടുകൂടെ തയ്യാർ ചെയ്തിട്ടുള്ള മുസൽസലുകളെ ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്നതിന്റെ സ്ഥാനത്ത് ഉദ്ധരിക്കുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? വളരെ വേദനിപ്പിക്കുന്ന സംഗതിയാണ്. അള്ളാഹിന്റെ ദീനിനെ അള്ളാഹു സംരക്ഷിക്കുമാറാവട്ടെ. വളരെ വേദനയോടെ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ചെറിയ സംഗതിയല്ല ഇത്, ഇതൊന്നും പറയാതിരിക്കാൻ കഴിയില്ല എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ. എന്നിട്ട് പറയാണ്, ലാ ഖുദ്സിയ്യത ലിൽ ബശരി ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ അങ്ങനെ വ്യക്തികൾക്ക് ഒരു ബഹുമാനമില്ല. ഇതൊക്കെ വെറുതെ ഈ പണ്ഡിതന്മാർ, ഈ സുന്നികൾ എന്ന് പറയുന്ന ആളുകൾ കെട്ടിയുണ്ടാക്കിയതാണ്. അതൊക്കെ ഇല്ലായ്മ ചെയ്യണം. അതുകൊണ്ട് തന്നെയാണ്, മാത്രമല്ല ഇത്തരത്തിലുള്ള ചർച്ചകൾ വരുമ്പോൾ ഈ ശഖ്സിയാത്തുകളെ, ഈ വ്യക്തികളെ സംബന്ധിച്ച് സമൂഹം നിരൂപിക്കുന്ന അവസ്ഥ വരും. ഉമർ റളിയല്ലാഹു അൻഹും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും തമ്മിലുണ്ടായ സംഭവത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അതിലൂടെ പിന്നീട് ഈ സിനിമ കണ്ട ആളുകൾ സാധാരണക്കാരിരുന്നിട്ട് ചർച്ച ചെയ്യാൻ. എന്താ ചർച്ച ചെയ്യുന്നത്? ഉമറുൽ ഖത്താബ് ആ ചെയ്തത് ശരിയായോ? സിദ്ദീഖുൽ അക്ബർ ആ ചെയ്തത് ശരിയായോ? അതിന്റെ സാധുതയെ സംബന്ധിച്ച്, അതിന്റെ ന്യായാന്യായങ്ങളെ സംബന്ധിച്ച് സാധാരണക്കാര് ചർച്ച ചെയ്യുന്ന ദുരവസ്ഥയിലേക്ക് ഈ ഉമ്മത്തിനെ നശിപ്പിക്കുകയല്ലേ ഇതുകൊണ്ട് ഉദ്ദേശം? അത് അവർ കൃത്യമായി പറയുകയല്ലേ, വളരെ കൃത്യമായി പറയുകയല്ലേ? ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കറാമത്ത് അല്ലാതെ അല്ലെങ്കിൽ എന്തിനാണ് ഇയാൾ ഇതൊക്കെ പറഞ്ഞത് എന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഇത്തരത്തിലുള്ള വലിയൊരു അപകടം എന്തിന് ചെയ്തു ഞാൻ ആലോചിക്കുകയാണ്. സമൂഹത്തിന് ഈ ഖൗമിനെ മനസ്സിലാക്കണം എന്നിങ്ങനെ തുടങ്ങി ഒരുപാട് അപകടങ്ങൾ പറയുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ഉദാഹരണമായിട്ട് ആ പറഞ്ഞ ഞാൻ കേട്ട ഭാഗത്ത് അതിൽ ഒരു സംഭവമാണ് വിവരിക്കുന്നത്. ഉമറുൽ ഖത്താബ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ അമുസ്ലിങ്ങളായ ആളുകൾ വന്നിട്ട് സക്കാത്ത് ചോദിക്കുന്ന സംഭവം പറയുന്നത്. ആ പറഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് അതിൽ ഒപ്പിട്ട് കൊടുത്തു, ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് റളിയല്ലാഹു അൻഹു. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പിച്ചി ചീന്തി എന്ന്. എന്ത് സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്? ഒന്നാമത്തത്, ഒരൊറ്റ ഗ്രന്ഥത്തിലും പിച്ചി ചീന്തി എന്നില്ല തന്നെ. മഹ എന്ന് ചില റിവായത്തിൽ വന്നിട്ടുണ്ട്, മായ്ച്ചു കളഞ്ഞു എന്ന്. പിച്ചി ചീന്തി എന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട ഇടത്തൊന്നുമില്ല. അത് പിന്നെ ഈ സിനിമക്കാർ അതിനനുസരിച്ചൊക്കെ അങ്ങനെയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു രസം. ഇത് കാണുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഇത് കണ്ടൊരു വ്യക്തിയുടെ മനസ്സിലുണ്ടാകുന്ന അവസ്ഥ എന്താണ്? ഇത് കൈയുണ്ടാക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? എന്നാൽ ആ സംഭവത്തിന്റെ എന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലേക്ക് തിരിച്ചു ചെന്നു ഇവര്. ഉമർ റളിയല്ലാഹു അൻഹു അതിനെ എതിർത്തു. മുഅല്ലഫത്ത് ഖുലൂബ് എന്ന് പറയുന്ന പുതു മുസ്ലിമീങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ അടുത്ത് നിൽക്കുന്നവർ, അവർക്ക് സക്കാത്തിന്റെ വിഹിതമുണ്ടോ ഇല്ലയോ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ഇജ്തിഹാദ് മുജ്തഹിദീങ്ങളുടെ ഇടയിൽ, സഹാബത്തിന്റെ ഇടയിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ഖുർആനിനെതിരല്ല. ഈ സംഭവത്തെ ഇസ്ലാമിന്റെ ശത്രുക്കൾ എടുത്തുദ്ധരിക്കാറുണ്ട്. എന്തിനെന്നറിയോ നിങ്ങൾക്ക്? ഉമർ ഇബ്നുൽ ഖത്താബ് ഖുർആനിനെ അംഗീകരിച്ചിരുന്നില്ല എന്ന് സമർത്ഥിക്കാൻ പരിശുദ്ധ ഇസ്ലാമിന്റെ ശത്രുക്കൾ, ഓറിയന്റലിസ്റ്റുകളും മറ്റും ഉദ്ധരിച്ച ചരിത്രമാണിത്. വൽ മുഅല്ലഫത്തി ഖുലൂബുഹും എന്ന് ഖുർആൻ നസ്സായി പറഞ്ഞിട്ടും ഉമർ അത് അംഗീകരിച്ചില്ല റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ചരിത്രമാണിത്. എന്നാൽ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ഖുർആനിനെ തള്ളിയതല്ല, മുഅല്ലഫത്ത് എന്ന വാക്കിൽ നിന്ന് മനസ്സിലാക്കിയതാ.
അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. മുഅല്ലഫത്ത് മജ്ഹൂലായിട്ടാ പറഞ്ഞത്, തഅലീഫ് ചെയ്യപ്പെട്ടവർ എന്നാണ് അതിന്റെ വാക്കർത്ഥം. അപ്പൊ തഅലീഫ് ഒരു ആവശ്യമാവുന്നിടത്തെ അത് ഉണ്ടാകൂ, അതില്ലാത്തടത്തേക്ക് അത് ബാധകമല്ല എന്ന ആ പദത്തിൽ നിന്ന് മനസ്സിലാക്കിയവരാണ് അവർ. അത് മറ്റൊരു വിഷയമാണ്. ഏതായിരുന്നാലും അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടുത്ത് തിരിച്ചു ചെന്നു. നിങ്ങൾ അവിടുത്തെ ഭരണാധികാരി അല്ല ഉമറാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാ, പിന്നെ വളരെ നിസ്സഹായനായിട്ട്, നിങ്ങൾ എന്നെ തന്റെ ഏറ്റെടുത്താൽ മതിയായിരുന്നില്ല, എന്നെ കൊണ്ട് ഇതൊന്നും ആവില്ല എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട അലി ഇബ്നുൽ മദീനി റളിയല്ലാഹു തആല അൻഹു ഇമാം ബുഖാരിയുടെ ശൈഖാണ്, മശായിഖന്മാരിൽപ്പെട്ട ആളാണ്. എന്ന് മാത്രമല്ല, മഹാനായ ഇമാം ബുഖാരി തങ്ങൾ പറയുന്നുണ്ട്, മസ്തസ്ഗർതു നഫ്സി ഇൻദ അഹദിൻ മിനൽ മശായിഖി ഇല്ലാ ഇൻദ അലി ഇബ്നുൽ മദീനി എന്ന്. ഞാൻ എൻ്റെ മശായിഖന്മാരുടെ അടുത്തൊക്കെ പോകുമ്പോൾ എവിടെയും ഞാൻ ചെറുതാണെന്ന് എനിക്ക് തോന്നാറില്ല. കാരണം ഒക്കെ അവരടുത്തുള്ളൊക്കെ ഒരു ഇതിൻ്റെ അടുത്തുണ്ടാവും. പക്ഷെ ഇല്ല എൻ്റെ അലി ഇബ്നുൽ മദീനി, അലി ഇബ്നുൽ മദീനിന്റെ അരികിലൊഴികെ മൂപ്പര് വലിയ മഹാനാണ് എന്ന് പറഞ്ഞു. മൂപ്പര് വലിയൊരു സംഭവമാണ്. അവസാന കാലഘട്ടത്തിൽ പറഞ്ഞിട്ട് അലി ഇബ്നുൽ മദീനി ഉണ്ടെങ്കിൽ ഒന്നുകൂടെ അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് ഹദീസ് പഠിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. അത്ര വലിയ മഹാനാണ് അലി ഇബ്നുൽ മദീനി. അലി ഇബ്നുൽ മദീനി ഈ സംഭവത്തെ സംബന്ധിച്ച് പറയുന്നത് എന്താണെന്നറിയോ? ഈ സംഭവം ബഹുമാനപ്പെട്ട ചില പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ പരസ്യമായി വിമർശിക്കുന്ന വിധത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് ഉദ്ധരിക്കാൻ മാത്രം കഴിവ് ശക്തിയുള്ള സിഹത്തുള്ള ഒരു സംഭവമാണോ എന്ന് ലളിതമായി ഒന്ന് ആലോചിക്കേണ്ടിയിരുന്നു. അത് മുസൽസലിൽ കാണില്ല, അതിന് കിതാബ് പരിശോധിക്കണം. മഹാനായ അലി ഇബ്നുൽ മദീനി തങ്ങൾ പറഞ്ഞു, റവാഹു അൻ യഹ്യ ഇബ്നു ആദം എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്, ഹദ്ദസന അബ്ദുറഹ്മാൻ അൽ മുഹാരിബി അൻ ഹജ്ജാജ് ഇബ്നു ദീനാർ അൻ മുഹമ്മദ് ഇബ്നു സീരിൻ അൻ ഉബൈദത എന്ന് പറഞ്ഞിട്ട് മൂപ്പർ ഇങ്ങനെ പറയാണ്, ഹാദാ ഹദീസുൻ മുൻഖതിഉൻ, ഇതിന്റെ ഇസ്നാദ് ശരിയല്ല. ഇസ്നാദിൽ റാവി പോയിട്ടുണ്ട്, ഒന്നിലധികം സ്ഥലത്ത് പോയിട്ടുണ്ട്. കാരണം ഉബൈദത്ത് എന്നവരാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. ഉബൈദത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടിട്ടില്ല, അവരുടെ ഇടയിൽ ഒരാൾ പോയിട്ടുണ്ട്. ഇവരും ഉമർ റളിയല്ലാഹു അൻഹു തമ്മിൽ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല. അതൊന്ന്. ഇതുപോലെ പലതും ഇതിലെ ഒരു പല സനദുകളിലൂടെ വന്നതിൽ ഏറ്റവും നല്ല സനദാണിത്. ആ സനദിന്റെ തന്നെ അവസ്ഥ ഇതാണ്. ഇത്തരത്തിലുള്ള സനദുകൾ എന്തിനാണ് ഇത്തരത്തിലുള്ള സംഭവം? ഞാൻ നേരത്തെ പറഞ്ഞ വിശകലനത്തിൽ പറയുന്നുണ്ട്, ഇങ്ങനെ നിലവിലെ വ്യവസ്ഥിതിയോട് അതിനോട് മത്സരിക്കണം, അതിനെ എതിർക്കണം എന്ന് പറയുന്ന ഒരാശയത്തെയാണ് ഇതിലൂടെ മുന്നോട്ട് വെക്കുന്നത്, ഈ സിനിമയിലൂടെ പ്രത്യേകിച്ച് മുന്നോട്ട് വെക്കുന്നത്. അതിന് ഉപോത്ബലകമായ സംഭവങ്ങൾ അതിന്റെ സനദ് ദഈഫാണെങ്കിൽ പോലും എടുത്തുദ്ധരിച്ച ഒരു മുസൽസലിന്റെ പേരാണ് മുസൽസൽ ഉമറുൽ ഖത്താബ്. എന്നാൽ അല്ലാത്ത സഹീഹായ എത്രയോ സംഭവങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിന്റെ വക പറഞ്ഞതല്ല, അറേബ്യൻ പണ്ഡിതന്മാര് വിശകലനം ചെയ്ത് പറഞ്ഞതാണ്. മനസ്സിലാക്കണം ഇത്. നിങ്ങൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണം. എന്റെ പ്രിയമുള്ള മുസ്ലിം സഹോദരന്മാരെ, എന്റെ പ്രിയമുള്ള പണ്ഡിത സുഹൃത്തുക്കളെ, ഈ സമുദായത്തിന്റെ നേതാക്കളെ, ഇതിന്റെ അപകടം, ഇതിൽ പതിയിരിക്കുന്ന അപകടം വേദനയോടുകൂടെ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. ഇത് എത്ര വേദനാജനകമാണ്. എന്നിട്ട് അദ്ദേഹം പറയാൻ, ഇത്തരത്തിലുള്ള ഒരു സംഭവം, ഇനി ഇത് ഞാൻ കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഞാൻ ഇതിനെ സംബന്ധിച്ച് കൃത്യമായി വളരെ വിശദമായി ഏകദേശം പഠനം പൂർത്തിയായിട്ടുണ്ട്. ഇനി ആവശ്യമാവുന്നിടത്ത് കൂടുതൽ തുറന്നു കാണിക്കാം. അതിനൊന്നും ആവശ്യം വരാതിരിക്കട്ടെ. അള്ളാഹു എല്ലാവർക്കും നല്ല ബുദ്ധി നൽകട്ടെ. ഈ ദീനിനെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹുവേ, നിന്റെ ദീനിനെ നീ സംരക്ഷിക്കണേ റബ്ബേ. നിന്റെ ദീനിനെ ഈ സുഫഹാക്കളിൽ നിന്ന് നീ രക്ഷിക്കണേ റബ്ബേ. നമുക്കൊക്കെ ദുആ ചെയ്യാം, കഴിയുന്ന പോലെ പ്രവർത്തിക്കാം. അത്രയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇനി രണ്ടാമത് അദ്ദേഹം പറയുന്നു, ഇതിലൂടെയുള്ള മറ്റൊരു ലക്ഷ്യം എന്താണത്? യുക്കർരിസുൽ മുസൽസലു മഫാഹിമ തഹറുരിയ വയുദ്ഹിറു മുജ്തമഅ അസ്സഹാബ. ആധുനിക ലിബറൽ മുസ്ലിമീങ്ങൾ പറയുന്നത് പോലെ, ഇത് ഇവിടുത്തതല്ല പറയുന്നത്. ഇങ്ങനൊരു സമൂഹം ഈജിപ്തിലുണ്ട്, ഇങ്ങനൊരു സമൂഹം ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുണ്ട്. അവരെപ്പോഴും മുസ്ലിമീങ്ങൾ ഇങ്ങനെ അടഞ്ഞിരിക്കേണ്ടവരല്ല, സ്ത്രീകൾ ഇങ്ങനെ മറച്ചു പോകേണ്ടവരല്ല. അവർ തുറന്ന് കണ്ടിട്ടില്ലേ, മിനിസ്കർട്ടൊക്കെ ധരിച്ചിട്ടായിരിക്കും ഈജിപ്തിലൊക്കെ വലിയ വലിയ പണ്ഡിതാത്തുകളൊക്കെ നടക്കുന്നത്. അങ്ങനെയൊക്കെ കാണും. അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് നല്ല വേരോട്ടമുണ്ട് അവിടെയൊക്കെ. അത്തരത്തിലുള്ള മുസ്ലിം ലിബറലുകൾ എന്തിലേക്കൊക്കെ ക്ഷണിക്കുന്നുവോ ആ ആശയത്തെ കൃത്യമായി സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കാൻ ഈ മുസൽസൽ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ പറയുകയാണ്, ഈ മുസൽസലിൽ, ഈ സിനിമയിൽ അഭിനയിക്കുന്ന സ്ത്രീകൾ ആരുടെ റോളാണ് അവർ അഭിനയിക്കുന്നത്? സഹാബിയാത്തിന്റെ റോളാണ്. മഹാന്മാരായ മഹത്തുക്കളായ സഹാബത്തിന്റെ ഭാര്യമാരുടെ റോളാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ റോളാണ്. അവരൊക്കെ എങ്ങനെയാണ് ഇതിൽ വെളിവാകുന്നത്? മുഖ്തലിതാതും ബിർരിജാൽ, സ്ത്രീ പുരുഷന്മാരുടെ കലർന്നുകൊണ്ട് യാതൊരു മറയുമില്ലാതെ, വാഹിയാനൻ ജംബൻ ഇലാ ജംബ്, തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് മഹദികളായ സഹാബിയാത്തിനെ ആ മുസൽസലിൽ പ്രദർശിപ്പിക്കുന്നു. സഹാബിയാത്തിന്റെ റോളിനെ പ്രദർശിപ്പിക്കുന്നു. ഫീ കുല്ലി മകാനിൻ വ മഹ്ഫൽ, എല്ലായിടത്തും.
ഫിൽ അസ്വാഖി വത്തുറുഖാത്ത്, അങ്ങാടികളിലും വഴികളിലുമൊക്കെ, വൽ മസാജിദി, പള്ളികളിലും, വഗൈരിഹാ, അല്ലാത്തിടത്തും, വഹുന്ന സാഫിറാത്തുൽ വജ്ഹ്, അവരൊക്കെ പൂർണ്ണമായി മുഖം തുറന്നിട്ട്, മുഖം മറക്കുന്ന ഒരു പരിപാടിയാന്നില്ലാത്തതുപോലെ, മുഖം മറക്കുന്ന ഒരു വസ്ത്രത്തെ സംബന്ധിച്ച് അവർക്ക് അറിയാത്തതുപോലെ, ലാ ഖിമാറ വലാ ജിൽബാബ കഅന്ന ഹാദിഹിൽ മൽബൂസാതി ലം തകുൻ മഅറൂഫതൻ ലദൈഹിം. ജിൽബാബില്ല, പർദ്ദയില്ല, മുഖമൂടിയില്ല, ഒന്നുമില്ല എന്നല്ല, ഇത്തരത്തിലുള്ള വസ്ത്രം അവർക്ക് അറിയുകയേ ചെയ്യില്ല എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് മഹാന്മാരായ സഹാബത്തിനെയും സഹാബിയാത്തിന്റെയും ആ കാലഘട്ടത്തെ ഈ മുസൽസൽ സമൂഹത്തിൽ പ്രദർശിപ്പിക്കുന്നത്. ആരായിരുന്നു ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ? സ്വന്തം ഭർത്താവായ റസൂലുള്ളാഹി വഫാത്തായപ്പോൾ സ്വന്തം വീട്ടിലാണ് വെട്ടത്, അവിടെയാണ് ഖബറടക്കിയത്. അതിനുശേഷം ഞാൻ അങ്ങോട്ട് പോവാറുണ്ട്. ഞാൻ എന്റെ വസ്ത്രത്തിന്റെ കാര്യമൊന്നും ശ്രദ്ധിക്കാറില്ല, കാരണം എന്റെ ഭർത്താവല്ലേ. പിന്നെ എന്റെ ഉപ്പയെ അവിടെ ഖബറടക്കി, അപ്പോഴും ഞാൻ പോവാറുണ്ട്. അതിനുശേഷം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അവിടെ ഖബറടക്കി. അതിനുശേഷം എന്റെ റൂമിന്റെ ഉള്ളിലേക്ക് ഞാൻ പൂർണ്ണമായി വസ്ത്രം ധരിച്ച് ഔറത്ത് മറച്ചിട്ടല്ലാതെ അങ്ങോട്ട് കടന്നിട്ടില്ല എന്നാണ് ആയിഷ ബീവി പറയുന്നത്. വഫാത്തായി കിടക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബിനെ തൊട്ട് പോലും ലജ്ജിക്കുന്ന സംസ്കാരമാണ് ഇസ്ലാമിന്റെ സംസ്കാരം. അതാണ് ആയിഷ ബീവിയുടെ സംസ്കാരം. യൂറോപ്യരുടെ സംസ്കാരം മറ്റൊന്നാണ്. യൂറോപ്യരുടെ സംസ്കാരത്തെ വാഴ്ത്തിപ്പറയുന്നവർ, അവരിൽ നിന്ന് ഇതിലപ്പുറം മറ്റൊന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധ്യമല്ല സഹോദരങ്ങളെ. യൂറോപ്യന്മാരുടെ സംസ്കാരം കണ്ടുപഠിക്കണമെന്ന് ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നവർ ഇതല്ലാതെ മറ്റെന്താ പറയുക? നിങ്ങൾ ആലോചിച്ച് നോക്ക്. വളരെ കൃത്യമായി പറയുകയാണ്. ആയിഷ ബീവിന്റെ അവസ്ഥ അതാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ മരണപ്പെടുമ്പോൾ മരിക്കുന്ന അന്ന് പറയാണ്, വല്ലാത്ത ദുഃഖം. എന്താണ്? മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ആണുങ്ങൾ കാണില്ലേ എന്ന്. അതേലും വിഷമം. ചരിത്രം പരിശോധിച്ച് നോക്ക്. മരിക്കുമ്പോൾ മയ്യത്ത് കൊണ്ടുപോകുക തുറന്നിട്ടല്ലോ, കഫനൊക്കെ ചെയ്ത് കെട്ടിയിട്ടല്ലേ. പക്ഷെ ഇന്നത്തെ പോലത്തെ മയ്യത്ത് കെട്ടലല്ല, ഇങ്ങനെ മൂടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഒരു വിരിയിട്ടാലും ശരീരത്തിന്റെ ആ ഒരു അളവൊക്കെ ഇങ്ങനെ കാണുമല്ലോ, അതിനെ തൊട്ട് പോലും ലജ്ജിച്ചു. അപ്പോഴാണ് അസ്മാ ബിന്തു ഉമൈസ് റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, അതിന് നമുക്കൊരു പണിയുണ്ട്, ആ മയ്യത്ത് കെട്ടൽ ഇങ്ങനെ കുളത്ത് വെച്ചിട്ട് കാല് വെക്കുക, എന്നിട്ട് ഇങ്ങനെ മൂടി വെച്ചാൽ മതി. ഇങ്ങനെ ഞാൻ ഹബിഷയിൽ കണ്ടിട്ടുണ്ട്. ഹബിഷയിലേക്ക് ഹിജ്റ പോയപ്പോൾ ആദ്യമായി അത്തരത്തിലുള്ള മയ്യത്ത് കെട്ടൽ ഉണ്ടാക്കിയത് ഫാത്തിമ ബീവിക്കാണ്. എന്നിട്ടും പറഞ്ഞു, എന്നാലും പകലിന്റെ മയ്യത്ത് കൊണ്ടുപോകരുത് കേട്ടോ, രാത്രി കൊണ്ടുപോയാൽ മതി. അങ്ങനെ ജീവിച്ചവരാണ് സഹാബിയാത്തും അഹ്ലു ബൈത്തും. അങ്ങനെ ജീവിച്ചവരാണ്. എന്നിട്ട് അവരുടെ ചരിത്രം സിനിമയിൽ അഭിനയിക്കുന്നത് സാഫിറാത്തുൽ വജ്ഹ് എന്നല്ല അയാൾ പറയുന്നുണ്ട്. അയാൾ പറയുന്നുണ്ട് എന്ന് പറയാൻ ഞാനിത് കണ്ടിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അയാൾ പറയുന്നുണ്ട് എന്ന് മാത്രമല്ല, ആ ചില സ്ഥലങ്ങളിൽ കൈ പോലും വെളിവായിട്ട് ചില സ്ത്രീകൾ വരുന്നുണ്ട്. ഇങ്ങനെ സായിദ് മുട്ടും കൈ വരെ വെളിവായിട്ട് പോലും വരുന്നുണ്ട്. ഇത് ഏത് സംസ്കാരാണോ? ഇതിനെയൊക്കെ ദീനിന്റെ തെളിവാക്കുന്നവരെ വളരെ വേദനയോടെ ചോദിക്കട്ടെ, ഈ സംസ്കാരം ഏത് ദീനിന്റെ സംസ്കാരമാണ്? ഞാൻ ഒരു വെറുപ്പുണ്ടായി പറയല്ല, എന്റെ മനസ്സ് നീറുകയാണ്, എന്റെ മനസ്സ് വേദനിക്കുകയാണ്. അതുകൊണ്ട് പറയുകയാണ്, ഈ സംസ്കാരം പരിശുദ്ധ ഇസ്ലാമിന്റെ സംസ്കാരമാണോ? ഫാത്തിമ ബീവിയുടെ സംസ്കാരമാണോ? ആയിഷ ബീവിന്റെ സംസ്കാരമാണോ? അതുപോലെയുള്ള മഹത്തുക്കളുടെ സംസ്കാരമാണോ? ഈ സംസ്കാരത്തെ സമൂഹത്തിലേക്ക് പകർന്നു തരുന്ന ഒരു മുസൽസലിനെ, ഒരു ദീനിന്റെ തെളിവാക്കുന്ന ഈ സംസ്കാരം നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇക്കഴിഞ്ഞ മുഷാവറയല്ല, അതിന്റെ മുമ്പത്തെ മുഷാവറയിൽ അന്തിമമായി തീരുമാനമെടുത്തിരിക്കുന്നു. യാതൊരു സംശയാർക്കും വേണ്ട, അതുമായി സമസ്തക്ക് ബന്ധമില്ല എന്ന്. ഇനി ആരെങ്കിലും ചർച്ചയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അത് വേറെ പരിശോധിക്കാം. പക്ഷെ ഇതിനൊക്കെ കൃത്യമായി മറുപടി പറയണം. ഇതിനൊന്നും സമസ്തക്ക് അല്ലാഹുവിനോട് മറുപടി പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ തിരുത്തി വന്നാൽ ഇനി ആലോചിക്കുക എന്നല്ലാതെ ആരും തെറ്റിദ്ധരിക്കണ്ട. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മൾ ഇനി എന്താണ് കാത്തിരിക്കുന്നത്? മൂന്നാമത്തെ കാര്യം പറയാണ്. മൂന്നാമത്തത് അദ്ദേഹം പറയാം, വമിനൽ മഫാഹിമിൽ ലത്തി ഹരിസൽ ഖായിമൂന അലൽ മുസൽസൽ ഇബ്റാസുഹ അലാഖത്തുൽ മുസ്ലിമീന ബിൻ നസാറ. ഈ മുസൽസൽ കൊണ്ട് ഉദ്ദേശിച്ച ചില ലക്ഷ്യങ്ങളുണ്ട്. ഈ പാശ്ചാത്യവൽക്കരിക്കുന്നതിന്റെ, ഈ അമുസ്ലിങ്ങളുമായുള്ള ഒരു അതിരുവിട്ട ഒരു ബന്ധം ഉണ്ടാക്കുക. അതിന് ഈ സിനിമ വല്ലാതെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ശരിയാണ്, അവരോട് നീതി പുലർത്തണം, അവർക്ക് നന്മ ചെയ്യണം, നീതി പുലർത്തണം. ഉമർ റളിയല്ലാഹു തആല അൻഹു അത് നിർവഹിച്ചു എന്നത് ശരിയാ. എന്നാൽ അവിടെ നിന്നും വിട്ട് പരിധി വിട്ടുകൊണ്ട് അവരെങ്ങട്ട് എന്താ ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കാൻ പരമാവധി ഈ മുസൽസൽ ശ്രമിക്കുന്നുണ്ട്. അതിനാവശ്യമായതൊക്കെ ലഈഫാണെങ്കിൽ പോലും അവർ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ പല രംഗത്തും അവർ അഹ്ലു കിതാബാണെന്ന് പറഞ്ഞപ്പോൾ അകറ്റിയ പല രംഗങ്ങളുണ്ട്. അതൊക്കെ ബോധപൂർവം ഒഴിവാക്കിയിട്ടുമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഇങ്ങനെ ഒരുപാട് അപകടങ്ങൾ പതിയിരിക്കുന്ന ഒരു മുസൽസലിനെ ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് വളരെ മോശമായ രൂപത്തിൽ പ്രതികരിച്ചു എന്ന് സമൂഹത്തിലേക്ക് സന്ദേശം നൽകുന്നതിലൂടെ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇവിടെ നമ്മുടെ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു വലിയ ദക്തൂർ ഇവിടെ വന്നിരുന്നു. മുൻ പ്രസിഡന്റ് അദ്ദേഹം, മുൻ ചാൻസലർ അദ്ദേഹം വന്നു.
അദ്ദേഹം നമ്മുടെ ഒരു പരിപാടിക്ക് പങ്കെടുത്തു. അദ്ദേഹം ചില ഉദാഹരണങ്ങൾ പറഞ്ഞിരുന്നു. ആ ഉദാഹരണങ്ങൾ പറഞ്ഞ ഒന്നാണ്, ബഹുമാനപ്പെട്ട ചില പണ്ഡിതന്മാർ, കുനൂത്ത് ഓതുന്ന പണ്ഡിതന്മാർ കുനൂത്ത് ഓതാത്തവരുടെ മഹലിലേക്ക് ചെന്നാൽ അവരും കുനൂത്ത് ഒഴിവാക്കും എന്ന് പറഞ്ഞാൽ, ഒരു ഷാഫിഈ പണ്ഡിതൻ ആ ഷാഫി ഇമാം തന്നെ ഹനഫി ഇമാമിന്റെ അടുത്ത് ചെന്നാൽ അവിടെ കുനൂത്ത് ഒഴിവാക്കാറുണ്ട്. അത് ഇജ്തിഹാദിലുള്ള വ്യത്യാസമാണ്. ഇതിലൂടെ ബഹുമാനപ്പെട്ട ദക്തൂർ ഹുദ്ഹുദ് നൽകിയ സന്ദേശം എന്താണ്? നിലവിൽ ഒരു നല്ല സംവിധാനം ഉണ്ടെങ്കിൽ അതിനെ എതിർക്കുക എന്നത് പണ്ഡിതന്റെ സ്വഭാവമല്ല. ആ നാട്ടിൽ പോയിട്ട് ഫിത്ന ഉണ്ടാക്കാൻ പാടില്ല. അതൊരു ശരിയായ സത്യസന്ധമായ നിലപാടിലൂടെ പോകുന്ന 4 മദ്ഹബ് ഹഖാൻ, അതാണ് അദ്ദേഹം നൽകിയത്. ഇത് ചിലർക്ക് മനസ്സിലായില്ല. അതാണ് വേണ്ടത്. വളരെ കൃത്യമായി അദ്ദേഹം നൽകിയ സന്ദേശം അതാണ്. അങ്ങനെയായിരുന്നു മുൻഗാമികളൊക്കെ. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ഉദ്ധരിക്കാൻ കഴിയും. അവിടെ കുനൂത്തില്ലെങ്കിൽ ഇതെന്താ അവിടെ കുനൂത്തില്ലാത്തത് എന്ന് പറഞ്ഞ് വഹാബികൾ ചെയ്യുന്നതല്ല. കാരണം അവർക്ക് അതിന് അർഹതയില്ല, യോഗ്യതയില്ല. അതാണ് അവിടെയുള്ള പിശക്. എന്നാൽ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന് ഇജ്തിഹാദിന് യോഗ്യതയുണ്ട്, ഷാഫി ഇമാമിന് യോഗ്യതയുണ്ട്. ലോകം അംഗീകരിച്ചതാ. അങ്ങനെ ഒരു മുജ്തഹിദ് ആ ഇജ്തിഹാദിനനുസരിച്ച് നടക്കുന്നിടത്ത് മറ്റൊരാളായിട്ട് നിങ്ങളെ ഇജ്തിഹാദ് അല്ല ശരി, എന്നെ ഇജ്തിഹാദ് എന്ന് പറയാൻ പറ്റില്ല. ആ സംവിധാനവുമായി മുന്നോട്ട് പോകണം. അതിനോട് സമരസപ്പെട്ടുകൊണ്ട് യോജിച്ചു കൊണ്ടുപോകണം. അതാണ് പണ്ഡിത ധർമ്മം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന വരക്കൽ മുല്ലക്കോയത്തങ്ങൾ മുതൽ തുടങ്ങി വെച്ച മഹത്തായ ഒരു സംരംഭം, സംവിധാനം, മുസ്ലിം ഉമ്മത്തിന് ആവശ്യമായതൊക്കെ ഭംഗിയായി നിർവഹിച്ചു പോകുമ്പോൾ അതൊന്നും ശരിയല്ല, ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഈ ഗ്രാഹ്യത എന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊക്കെ വേറെ കുറേ ഇതൊക്കെ തിരിയുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ അംഗീകരിക്കണം. ഫിത്ന ഉണ്ടാക്കലല്ല ഈ സമൂഹത്തിന്റെ സ്വഭാവം, ഈ ഉമ്മത്തിന്റെ പൊതുവായ സ്വഭാവം. അപ്പോഴേ ഇവിടെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. എല്ലാവർക്കും മനുഷ്യന്മാരല്ലേ, വ്യക്തിപരമായി ആർക്കും തെറ്റുപറ്റാം. പക്ഷെ ആപേക്ഷികമായി കുറേ ആളുകൾ കൂടിയിരുന്ന് തീരുമാനിക്കുമ്പോഴാണ്. അപ്പം അതൊക്കെ അംഗീകരിച്ചിട്ട് നല്ല നിലക്ക് മുന്നോട്ട് പോകുന്നതിൻ്റെ പേരാണ് സുന്നത്ത് ജമാഅത്ത് എന്ന്. അത് ആ നിലക്ക് തന്നെ പോകണം. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നിടത്തൊന്നുമല്ല കാര്യങ്ങൾ. ഞാൻ ഈ പറഞ്ഞതിലൂടെ കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇനി ഇതിൻ്റെ അപ്പുറം മനസ്സിലാക്കി കൊടുക്കേണ്ടി വന്നാൽ അപ്പോൾ നമുക്ക് നോക്കാം. അതിനൊന്നും ആവശ്യം വരാതിരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നല്ല ബുദ്ധി നൽകുമാറാവട്ടെ.